ട്രോഫി ഇല്ലാത്ത സീസന്റെ കണക്കിൽ 5 അക്കം പിറക്കുമോ? അർബലാവയുടെ സീറ്റ് ഇളകി തുടങ്ങുമ്പോൾ സാബി അലോൻസോയുടെ ശാപമെല്ലാം കണ്ടു. എല്ലാം നഷ്ടപ്പെട്ട് സീസന്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ മുന്നിലുള്ളത് ലാലിഗ മാത്രമാണ്. പക്ഷേ കാലന്മാരായി കാറ്റാലന്മാരും കൂടെയുണ്ട്. ലാലിഗ ബെർണാബുവിന്റെ ഷെൽഫിലെത്തണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണം. ബാർസലോണക്കിനി 7 മത്സരങ്ങളാണ് ബാക്കിയുള്ളത്. റയൽ മാഡ്രിഡിന് 6 മത്സരങ്ങളും. റയൽ മാഡ്രിഡ് തങ്ങളുടെ ബാക്കിയുള്ള എല്ലാ മത്സരം വിജയിച്ചാലും ബാർസലോണ ചുരുങ്ങിയത് 3 മത്സരമെങ്കിലും പരാജയപ്പെടുകയോ അല്ലെങ്കിൽ 2 തോൽവിയും ഒരു സമനില വഴങ്ങുകയും ചെയ്യണം. റയൽ മാഡ്രിഡിന് പോയിന്റുകൾ നഷ്ടപ്പെടാനും കഴിയില്ല. ബാക്കിയുള്ള 6 മത്സരങ്ങളിലും വിജയിച്ച് 18 പോയിന്റ് നേടി ആകെ 91 പോയിന്റിലെത്തിയാൽ മാത്രമേ കിരീട പ്രതീക്ഷ റയൽ മാഡ്രിഡിന് നിലനിർത്താനാകുമോ? അലാവസിനെതിരെ മികച്ച രീതിയിൽ തന്നെയാണ് റയൽ മാഡ്രിഡ് തുടക്കം കുറിച്ചത്. ആധിപത്യം മത്സരാവസാനം വരെ ലോസ് ബ്ലാങ്കോസ് നിലനിർത്തുന്നുണ്ട്. പ്രതിരോധിക്കാൻ ലൈനുകൾ ഓരോന്നും സജ്ജമാക്കി തന്നെ മുന്നിലുണ്ട്. അവിടെയാണ് ആർദ ഗുള്ളറിന്റെ പാസ് എംബാപ്പയിലേക്ക് എത്തുന്നത്. അയാൾ നനച്ചതും വിധിച്ചതും ഒന്നായ നിമിഷം. വെടിയുണ്ട കണക്കെ പെനാൽറ്റി ബോക്സിന് തൊട്ടു മുന്നിൽ നിന്ന് ഷോട്ട് ഉതിർക്കണമെന്ന് അയാളെ തോന്നിപ്പിച്ച തോന്നലാണ് ആദിലേഡ് റയൽ മാഡ്രിഡിന് സമ്മാനിച്ചത്. വെടിയുണ്ട കണക്ക് ചീറിപ്പാഞ്ഞെത്തിയ പന്തിനെ നിസ്സഹായാവസ്ഥയോടെ നോക്കി നിൽക്കാനേ ഗോൾ കീപ്പർക്ക് സാധിച്ചുള്ളൂ. തൊട്ടടുത്ത നിമിഷം തന്നെ സാമ്പ നൃത്ത ചുവടുമായി പ്രതിരോധ താരങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് വിനി മുന്നോട്ടെത്തിയതാണ്. പക്ഷേ അയാളെ പ്രതിരോധിക്കപ്പെട്ടു. പന്ത് എംബാപ്പയിലേക്ക് വീണ്ടും ഒരു ഡബിൾ ബാരൽ. ഇത്തവണ സവേര തന്റെ കർത്തവ്യം ഭംഗിയായി നിർവഹിച്ചു. ഇടവേളക്ക് പിരിയുമ്പോൾ ഒരു ഗോളിന്റെ മുൻതൂക്കത്തിൽ റയൽ മാഡ്രിഡ് മുന്നിൽ നിൽക്കുകയാണ്. രണ്ടാം പകുതിക്ക് ഇറങ്ങി 3 മിനിറ്റുകളെ പിന്നിട്ടിട്ടുള്ളൂ. മധ്യനിരയിൽ നിന്ന് വിനിയെ ലക്ഷ്യമാക്കി ഒരു പാസ് നേടുന്നു. വിനി അതിനെ കൃത്യമായി പിടിച്ചെടുത്ത് തനിക്ക് പാകത്തിൽ പ്രതിരോധത്തിലെ വിടവുകൾ കണ്ടെത്താൻ കഴിയും വിധം ഒന്ന് ടേൺ ചെയ്യുന്നു. എംബാപ്പെ എന്താണോ ചെയ്തത് അതിലും മികച്ച ഒന്നിനെ ബെർണാബുവിന്റെ അലകടലിന് മുമ്പിൽ അവതരിപ്പിക്കുന്നു. പന്ത് ഗോൾ പോസ്റ്റിന് ലക്ഷ്യമാക്കി വരുന്നത് എതിർ ഗോൾ കീപ്പർ ശരിക്കും കണ്ടതാണ്. കണ്ട മാത്രയിൽ പന്തിന്റെ ദിശ മനസ്സിലാക്കി പോസ്റ്റിന്റെ വലത് വശത്തേക്ക് ഒന്ന് ചാടി നോക്കി. പക്ഷേ അതുകൊണ്ടൊന്നും ആയില്ലായിരുന്നു. വെടിയുണ്ട കണക്ക് ചീറിപ്പാഞ്ഞെത്തിയ ബോൾ വല തുളച്ചു. അതോടെ ലീഡ് 2-ലേക്ക് ഉയർന്നു. അലാവസിന് ആശ്വാസമെന്നോണം മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ റയലിന്റെ ക്ലീൻ ഷീറ്റിനെ ഇല്ലായ്മ ചെയ്യും വിധം ഒരു ഗോളെത്തി. എംബാപ്പയും വിനിയും എങ്ങനെയാണോ തങ്ങളുടെ വല കുലുക്കിയത് അതേ ശൈലിയിൽ. മത്സരത്തിന്റെ എല്ലാ അർത്ഥത്തിലും അലാവസിനെ വെള്ളം കുടിപ്പിച്ചെങ്കിലും കാലന്മാരായി കാറ്റാലന്മാർ ഇപ്പോഴും മുമ്പിലുണ്ട്. നിലവിൽ 32 മത്സരങ്ങളിൽ നിന്ന് 73 പോയിന്റുമായി റയൽ മാഡ്രിഡ് 2ാം സ്ഥാനത്താണ്. ഒരു മത്സരം കുറവ് കളിച്ച ബാർസലോണ 79 പോയിന്റുമായി 1ാം സ്ഥാനത്തുണ്ട്. കിരീടപ്പോരിൽ മുൻതൂക്കം കാറ്റാലന്മാർക്ക് തന്നെയാണ്. അത് റയലിലേക്ക് എത്തണമെങ്കിൽ ഇനി അത്ഭുതങ്ങൾ സംഭവിക്കണം. ഇന്ന് സെൽറ്റ വിഗോയെ നേരിടുന്ന ബാർസലോണക്ക് ജയിക്കാനായാൽ ലീഡ് വീണ്ടും 9 ഉയർത്താം. നിങ്ങൾ പറയൂ, ലാലിഗ കിരീടം ആര് തൂക്കുമെന്നത്?